കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയെന്ന് തിരുവനന്തപുരത്തേക്കാണ് യാത്ര. നമ്മളങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. സീറ്റെല്ലാം കാലിയാട്ടാ, അത്ര വലിയ തിരക്കൊന്നുമില്ല, സീറ്റെല്ലാം കാലിയാണ്. നമ്മളിപ്പോൾ 36 ആളായി, പിന്നെ കുറച്ച് പുറത്തുനിന്ന് ആൾക്കാരുണ്ട്, ബാക്കി കുറേ സീറ്റ് ഒഴിവാ. ഏച്ചി ഓക്കെ അല്ലേ? पूरी की जाएगी। धन्यवाद। सब टैंजानिया पासपोर्ट प्रोग्राम एंड कस्टमर वाउचर पर एयर इंडिया की तरह इस्तेमाल करें। कैबिन क्रू की अनुमति के बिना इसे बुलाना और चेतना सिद्ध बना है। इस विमान पर 8 आबाद करने വണ്ടി മൂവായി തുടങ്ങിട്ടാ. നമ്മളെ വണ്ടി മൂവായി തുടങ്ങി, നല്ല നല്ല പോകുന്നുണ്ട് കേട്ടാ. ചിറകെല്ലാം കുലുങ്ങുന്നുണ്ട് ഗായ്സ്. ചേട്ടാ ഷാജേട്ടാ എന്നുണ്ട് ഉഷാറല്ലേ? ഹലോ ഗൈസ്, ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഇതാ പൊന്താൻ വേണ്ടി പോകുന്നത്. ഇതാ റൺവേ ഇതാ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇതാ ഇപ്പൊ ഫ്ലൈറ്റ് പൊന്തും കേട്ടാ. ഫ്ലൈറ്റ് ഇതാ പൊന്തിയിരിക്കുന്നു ഗൈസ്. ഇതാ സ്വപ്ന തുല്യമായ യാത്രയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത് ഗൈസ്. ഫ്ലൈറ്റ് പൊന്തിയാട്ടാ, ഏറ്റവും ടോപ്പിലെത്തി. ശരത്ത് വെറും നടന്നു കളിയാട്ടാ, വെറും ക്യാമറ പിടിച്ച് നടന്നു കളിക്കുമെന്ന്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, പക്ഷെ ഇരിക്കുന്നേ ഇല്ല. വെറും നടന്നു കളിയാ, വെറും നടന്നു കളി. ബിൽഡിംഗ് എല്ലാം കണ്ട, ബിൽഡിങ് ഇതാ നമ്മളെ ലാൻഡിങ് നമ്മളെത്തി ഗൈസ്. ഇതാ തിരുവനന്തപുരം എത്തി ഗൈസ്. നമ്മ ചെവി അടഞ്ഞിട്ട് എൻ്റെ അമ്മ ഒന്നും പറയണ്ട, വായിലും വെള്ളമില്ല, ചെവിയും അടഞ്ഞ്. ഇതാ ഫ്ലൈറ്റ് റൺവേയിൽ കയറി തിരുവനന്തപുരം എയർപോർട്ട് ഏതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ചെവി അടഞ്ഞിട്ട് എൻ്റെ അമ്മ. അങ്ങനെ നമ്മള് തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. ഇതാ ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത്. എല്ലാവരും ഇറങ്ങലാന്ന്. അതെടുക്കാം, ഇറങ്ങാ. ബാക്കി എല്ലാവരും ഇറങ്ങി കേട്ടാ. നമ്മളെ ആൾക്കാരെ ഇറങ്ങാനല്ലോ, ഒരു ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ചൈതന്നെ താറ്റ പറയാ, ചൈതന്നെ അടിപൊളി. എന്നിട്ട് അടിപൊളി യാത്ര. ഹാപ്പി അല്ലേ? ആ ഡ്രൈവറെ കാണണല്ലേ? ഡ്രൈവറെ കാണണം, ഞാൻ പറയാം. ഉഷാറല്ലേ? അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ചേച്ചി ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അടിപൊളി. ഫ്ലൈറ്റ് യാത്ര അടിപൊളിയല്ലേ? എന്റെ ബോധം പോയനു. അടിപൊളിയല്ലേ യാത്ര? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ യാത്ര? അടിപൊളി യാത്ര. അടിപൊളിയല്ലേ യാത്ര? കട്ടില് നിങ്ങൾ കെട്ടുന്നല്ലേ? വിരള കെട്ടെടുത്ത് പോലെ. എന്റെ ബാഗ് എടുത്തിനാ? ബാഗ് എടുത്തിനാ?
എന്നിട്ട് യാത്ര എന്നിട്ട് അടിപൊളിയല്ലേ? യാത്ര അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അങ്ങനെ വിമാനത്തിൽ കയറുന്നില്ല ആഗ്രഹം നടന്നില്ലേ? അപ്പൊ ഫ്ലൈറ്റിൽ കയറുന്നില്ല ആഗ്രഹം എല്ലാവർക്കും സാധിച്ചു കൊടുത്തു. ഇനി കുറച്ച് അമ്പല ദർശനങ്ങളുണ്ട്. നമ്മൾ നേരെ റൂമിലേക്ക് പോകും. എന്നിട്ട് അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? എന്നിട്ട് ചേച്ചി സുഖയാത്ര അല്ലേ? അടിപൊളി അടിപൊളി യാത്ര അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി 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 അല്ലേ ചേച്ചി? ചേട്ടനെ എടുത്ത് ഇപ്പം പരിചയപ്പെട്ടോ. നമ്മളെ കൂട്ടാൻ വേണ്ടി വണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മള് ബസ്സിൽ എല്ലാരും കയറി ഇരുന്നിട്ടുണ്ട്. എന്താ സന്തോഷല്ലേ? എന്നാ തലവേന എടുക്കുന്നുണ്ടാ? ഇല്ല അടിപൊളിയല്ലേ? മുറുക്ക പിടിക്കണേ. അന്റെ ബാഗ് എടുത്തില്ലേ? ശരി ചേട്ടാ. ഇതങ്ങനെ ഡോറ് ക്ലോസ് ആക്കി പോന്നാ. നമ്മള് വന്ന ഫ്ലൈറ്റ് ഇത് നമ്മള് കയറിയ ഫ്ലൈറ്റ് കേട്ടോ. അടിപൊളി ഫ്ലൈറ്റ് ആണ്. ഇടക്കിടക്ക് കുലുങ്ങുന്നുണ്ടായിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ കണ്ണു കൂട്ടണമൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഏതാ യാത്ര ചെയ്യുന്നത്? ബസ്സിലല്ലേ? അടിപൊളി. എന്നിട്ട് ഒരു ഫ്ലൈറ്റ് അപ്പുറത്തെ പിന്നെ നമ്മളെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബസ് വന്നു. ബസ്സിൽ കയറിയിരുന്നു. അങ്ങനെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയിരുന്നു. നമ്മളെല്ലാ ടീമെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒരു ബസ്സാക്കി എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ഒരു കുഞ്ഞു മോളിതാ. ബാവേ എന്തുണ്ട്? സുഖല്ലേ? നമ്മളങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയട്ടോ. ഒരു തെയ്യത്തിൻ്റെ മുകളിലവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന് നേരെ മുമ്പ് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണൂരുകാരൻ്റെ മുതലാളി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവരെല്ലാം ചായ കുടിക്കുന്നുണ്ട്. ചായയും പയമ്പരി ഉണ്ടക്കയിലുണ്ട്. നമ്മൾ ഓണറെ കാണിച്ചു തരാം. ഇതാ നമ്മളെ കണ്ണൂരുകാരനാട്ടോ ഓണർ. കണ്ണൂർ പയ്യാവൂരാട്ടോ. അപ്പോൾ അടിപൊളി ചായ കുടിക്കുന്നുണ്ട് എല്ലാവരും. പയമ്പരി അടിപൊളിയാ, നല്ല ചൂട് പയമ്പരി കേട്ടോ. ഇവർക്കെല്ലാം ഞാൻ കൊടുത്തു, എനക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സാധനം പുതിയതായിട്ടാവുന്നു ഇത്ര. എന്നിട്ട് പയമ്പരി ഒന്നുണ്ട് അടിപൊളിയല്ലേ? ചായ കിട്ടിയിട്ടില്ല? ചായ ഇപ്പം വരുവേ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു ബസ് വരാനുണ്ട്. ഇനി ബസ് കയറിയിട്ട് നമ്മൾ നേരെ ആറ്റുകാലിലാണ് പോകുന്നത്. അപ്പോൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ബസ്സിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ആറ്റുകാൽ
ദേവീക്ഷേത്രത്തിലേക്ക്. നമ്മളങ്ങനെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ആടെയാണ് അമ്പലം. നമ്മളെ എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ വെടി സൗണ്ട് ആകുന്നില്ലേ? വെടി വഴിപാട്. അങ്ങനെ നമ്മൾ ഇതാ ക്ഷേത്രത്തിലേക്ക് എത്തിയട്ടാ. ഇതിലും വിളക്കെല്ലാം കത്തിച്ച് വെക്കുന്നുണ്ട്. അമ്മേൻ്റെ പ്രസാദം ഒരുപാട് തരുന്നുണ്ട്. കടുംപായസം കേട്ടാ, അടിപൊളി. നല്ല തിരക്കുണ്ട്. നമ്മുടെ ഏച്ചുമാരിലും അവിടെ തൂവാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇന്ന് നേരത്തെ പറ, നല്ല ചൂട് കടുംപായസം കേട്ടാ. മോളെ എന്തുണ്ട്? അടിപൊളിയാ പായസം? അടിപൊളിയാ. അത് പറയുന്ന അടുത്ത നമ്മുടെ അടുത്ത് പോന്നേ ഫുള്ള് സിറ്റി മൊത്തം ഫുൾ കറങ്ങല്ലേ? തിരുവനന്തപുരം സിറ്റി മൊത്തം KSRTC ഫുൾ കറങ്ങും കേട്ടോ, KSRTC ബസ്സിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.